അച്ഛാ, ഞാൻ ഒരിക്കൽ ഒരു ബ്രദറിനെ പ്രാർത്ഥിക്കാനായിട്ട്, ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിലുള്ള ഒരു ബ്രദറിനെ എൻ്റെ കൃഷിയിടത്തിൽ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പറമ്പിൽ ആരോ എന്തോ ചെയ്ത് എന്തോ സാധനം കുഴിച്ചിട്ടിട്ടുണ്ട്, എന്തോ മന്ത്രവാദം കൂടോത്ര എന്തോ കാര്യങ്ങൾ ചെയ്ത് കുഴിച്ചിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ മണ്ണ് ഇത് രക്ഷപ്പെടിയാല, ഇവിടെ എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം നട്ടാലും നിങ്ങൾ മെച്ചപ്പെടിയാല. അപ്പം അച്ഛാ, ഈ കാര്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുവാണ്. ഞാൻ ആ ബ്രദറിനോട് പറഞ്ഞു, ഇത് കുഴിച്ചിട്ട് കിടക്കുന്നത് നമുക്ക് എടുത്താലോ? അപ്പോൾ ആ ബ്രദർ പറഞ്ഞു, അത് ഞാനല്ല, അത് വേറെ ആൾ വരണം. അങ്ങനെ കിടക്കുവാണ്. ആ വിഷയങ്ങൾ അങ്ങനെ ബാധ്യതപ്പെടുത്തുന്നുണ്ട്. അച്ഛാ, എന്താ ചെയ്യണ്ടേ? ആരാ എന്താ ചെയ്തതെന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തോ സാധനം എൻ്റെ പറമ്പിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇത് ഒരു കുടുംബനാഥൻ അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ അനുഭവപ്പെടുന്ന കൃഷി മേഖലയിലെ തടസ്സത്തോട് ബന്ധപ്പെടുത്തി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പങ്കുവച്ച ഒരു കാര്യമാണ്. മറ്റൊരു കുടുംബം, എനിക്ക് പരിചയമുള്ള ഒരു കുടുംബമാണ്. ഇവിടുന്ന് വലിയ ദൂരം ഇല്ല. ഞാൻ ഈ വീട്ടിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ ചെല്ലാൻ പറഞ്ഞ് കൊച്ചുവർത്താനൊക്കെ പറയാൻ വേണ്ടി ആ വീട്ടിൽ ചെന്ന്, ഞങ്ങൾ 1-2 അച്ഛന്മാരൊക്കെ ഉണ്ട്, ആ വീട്ടിലിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കുടുംബനാഥ അവരുടെ വീട്ടിൽ കയറി വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന നല്ല പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമൊക്കെയുള്ള വലിയ അലങ്കരിച്ച സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീട്ടമ്മ എന്നോട് പറഞ്ഞു, അച്ഛാ, ഒന്ന് അകത്തൊരു മുറിയുണ്ട്, ആ അകത്തെ മുറിയിൽ കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, ആ അച്ഛന്മാരൊക്കെ വിളിച്ചിട്ട് ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ ചോദിച്ചു, ഇവിടെ എന്താ പ്രത്യേകത? അപ്പം എന്നോട് പറഞ്ഞു, അച്ഛാ, ഈ മുറിയിൽ ഭയങ്കരമായ പീഡയാണ്, ഈ മുറി കിടന്നുറക്കം കിട്ടത്തില്ല എന്ന് മാത്രമല്ല ഭയങ്കരമായിട്ടുള്ളൊരു പൈശാചിക ശക്തി ഈ മുറിയിലുണ്ട്. അപ്പം ഞാൻ ഈ സഹോദരിയോട് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ പറയാൻ കാരണം? എന്താ കാരണം? അപ്പം ഈ സഹോദരി ഉടനെ തന്നെ ജനാല തുറന്നു, ഒരു പാളി തുറന്നിട്ട് എന്നോട് പറഞ്ഞു, അപ്പുറത്തെ വീട് കണ്ടോ? ഞാൻ പറഞ്ഞു, കണ്ടല്ലോ. ആ വീട്ടുകാർ അവിടെ നിന്ന് മന്ത്രവാദം ചെയ്ത് ഇങ്ങോട്ടാണ് വിടുന്നത്, അത് ഈ മുറിയിലാണ് വന്നിരിക്കുന്നത്. ചിലർ ചിരിക്കുന്നുണ്ട്. ആ മുറിയിൽ നിന്ന് ഇങ്ങോട്ടാണ് വിടുന്നത്, ഈ മുറിയിലാണ് ആ പിശാചെല്ലാം വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് വലിയ പീഡയാണ് ഈ മുറിയിൽ. ഇതേ സ്ഥലത്ത് തന്നെ തൊട്ടപ്പുറത്ത് ഇവർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് രണ്ടാമത്തെ ഒരു സംഭവം. അപ്പോൾ ആ വീട്ടിൽ ഒരു പൈശാചികമായിട്ടുള്ള പീഡ. മറ്റൊരു വ്യക്തി ബിസിനസ് മേഖലയിലാണ്. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, എനിക്ക് ഒരു പ്രൊമോഷനൊക്കെ കിട്ടേണ്ടതാണ്, ഞാൻ ആയിരിക്കുന്ന ഒരു കമ്പനിയോട് ബന്ധപ്പെട്ട് എനിക്കൊരു പ്രൊമോഷൻ കിട്ടേണ്ടതാണ്. എന്നാൽ എനിക്കെതിരെ 1-2 പേര് അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അച്ഛാ, അവരെനിക്കെതിരെ ശത്രു സംഹാര പൂജ ചെയ്ത് എന്നെ നശിപ്പിക്കാനും എൻ്റെ വളർച്ചയെ പീഡിപ്പിക്കാനും ശ്രമിക്കുന്നു. അതുകൊണ്ട് നാളുകളേറെയായി എനിക്കൊരു വളർച്ചയില്ല, എനിക്ക് കിട്ടേണ്ട പലതും കിട്ടുന്നില്ല എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മറ്റുള്ളവർ ശത്രു സംഹാര പൂജ നടത്തി അവരെക്കുറിച്ച് ഇദ്ദേഹം വാദാവരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് 3ാമത്തെ സംഭവം. 4ാമത്തെ സംഭവം എന്ന് പറയുന്നത് ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്താലും മെച്ചയില്ല, എന്ത് കാര്യത്തിൽ ഇറങ്ങിത്തിരിച്ചാൽ അതെല്ലാം പരാജയമായിട്ട് മാറുന്നു എന്ന് ഇദ്ദേഹം തന്നെ പറയുകയാണ്. ഞാൻ ഇദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, അച്ഛാ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മുതിർന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, നീ ഒരിക്കലും നന്നായില്ല അച്ഛാ, ആ വാക്ക് ദേ എൻ്റെ തലയ്ക്കകത്ത് കിടക്കുവാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും നന്നായില്ല. അന്ന് അയാൾ എന്നോട് പറഞ്ഞതാണ്, അതുകൊണ്ട് ഇങ്ങനെ തന്നെ സംഭവിക്കുന്നു. 3-4 സംഭവങ്ങൾ ഈ വിഷയം പഠിക്കുന്നതിന് വേണ്ടി ഇന്ന് ഈ ദൈവജനത്തിൻ്റെ മധ്യത്തിലേക്ക് നൽകുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമാനമായിട്ടുള്ള അനേക സംഭവങ്ങൾ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ വരും. നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അനുഭവപ്പെടുന്ന അനേക തകർച്ചകളെയൊക്കെ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ വല്ലാണ്ട് ഭാരപ്പെടുന്നുണ്ട്. അപ്പോൾ വളരെ പ്രസക്തമായൊരു ചോദ്യം ഈ പോട്ടാശ്രമത്തിലെ അനുഗ്രഹിക്കപ്പെട്ട മണ്ണിൽ നമ്മൾ ധ്യാനിക്കണം. ഇപ്രകാരമുള്ള ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ആദ്യത്തെ ചോദ്യം, മന്ത്രവാദം, കൂടോത്രം, ആഭിചാര പ്രക്രിയ, ഈ ശത്രു സംഹാര പൂജ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ പറയും, ഉണ്ടോ? അല്ല, നിങ്ങളുടെ അറിവ് എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടോ? ഇല്ലേ? ഉണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഈ ഭൂമിയിലുണ്ടോ? ഇല്ലേ? ബൈബിൾ എന്തു പറയുന്നു? കത്തോലിക്ക തിരുസഭ എന്തു പറയുന്നു? നമ്മുടെയൊക്കെ അറിവ്, നിങ്ങളെയൊക്കെ മുതിർന്നവരാണല്ലോ,
എന്നേക്കാളും പ്രായമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം പേരും. ഈ വിഷയത്തിലൊക്കെ ഡോക്ടറേറ്റ് നേടിയവരൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ കാര്യങ്ങളുണ്ടോ? ഇല്ലേ? ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം തിരിച്ചറിയേണ്ട കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട്. കൂടോത്രം, മന്ത്രവാദം, ക്ഷുദ്രപ്രയോഗം, ശത്രുസംഹാര പൂജ എന്നിങ്ങനെ തുടങ്ങി അനേക തരത്തിലുള്ള ഇപ്രകാരമുള്ള തിന്മയുടെ പ്രവർത്തികൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ചോദ്യം, ഇതെങ്ങനെ ഉണ്ടാവുന്നു? എന്താണ് ഇങ്ങനെ ഉണ്ടാവുന്നതിനുള്ള കാരണം? വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ച് പഠിപ്പിക്കുന്ന ഒരു കാര്യം, സാത്താൻ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അധികം പറയണ്ടല്ലോ. സാത്താൻ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സാത്താന് ഒരു കാര്യം അടിമപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സാത്താൻ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കും. ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നൊരു കാര്യം, ആദം ഹൗവ പാപം ചെയ്തതോടുകൂടി എന്തു സംഭവിക്കപ്പെട്ടു? ദൈവം പറഞ്ഞു, ഇനി മുതൽ ഈ മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ഒരൊറ്റ പ്രവൃത്തിയിലൂടെ ആ മണ്ണ് ശപിക്കപ്പെട്ടതായി മാറി. അതുകൊണ്ട് ആ മണ്ണില് പിന്നീട് അനുഗ്രഹപരമായ കാര്യങ്ങളൊന്നും സംഭവിക്കപ്പെടുന്നില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ സമയമെടുത്ത് അതൊക്കെ ധ്യാനിക്കണം. ഒരൊറ്റ പ്രവൃത്തിയിലൂടെ തിന്മ ആ മണ്ണിന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചു. നമ്മളിത് പറയുമ്പോൾ പഠിക്കേണ്ട കാര്യം, ഈ പറയുന്ന വാക്കുകൊണ്ട് തിന്മയ്ക്ക് ആധിപത്യം നേടാം. ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് തിന്മയ്ക്ക് ആധിപത്യം നേടാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ തിന്മയുടെ ശക്തിയെ ആവാഹിച്ച് ഒരു വസ്തുവിന്റെ മേലോ ഒരു വ്യക്തിയുടെ മേലോ ഒരു സംഭവത്തിന്റെ മേലോ ചേർക്കുന്നതിനെയാണ് ഇത്തരത്തിൽ മന്ത്രവാദം. ഒരു സാധനത്തിന്റെ മേലാണെങ്കിൽ കൂടോത്രം, അല്ലെങ്കിൽ തത്തുല്യമായ കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓതുക എന്നൊക്കെ പറയുന്നത്. അതായത് വാക്കുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ അത് അതേപടി തന്നെ സംഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഈ വിഷയം പഠിക്കുന്നത് ആരും ഭയപ്പെടാനല്ല. ചിലരുടെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ അസ്വസ്ഥപ്പെടാനല്ല. ഒരു ദൈവമകൻ എന്ന നിലയിലും ദൈവമകൾ എന്ന നിലയിലും നമ്മൾ ഈ വിഷയം പഠിക്കണം. ഇത് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. മന്ത്രവാദവും കൂടോത്രവും ഇത്തരത്തിലുള്ള തിന്മയുടെ പ്രവർത്തികൾ, ഇത് പഠിക്കണമെന്ന് പറയുന്നത് അതിൻ്റെ പുറകെ പോകാനല്ല. നമ്മൾ ഭയപ്പെടാതെ ജീവിക്കുന്നതിന് ഈ വിഷയങ്ങൾ പഠിക്കുന്നത് ഗുണം ചെയ്യും. അത്രേ ഉള്ളൂ. അല്ലാതെ 24 മണിക്കൂറും ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കാനല്ല. കാരണം നമുക്ക് പഠിക്കാൻ വേറെ അനേക വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തികൾ സംഭവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ തിന്മയുടെ ശക്തി ആ മണ്ണിലും അന്തരീക്ഷത്തിലും വ്യാപരിക്കും. ആ തിന്മയുടെ ശക്തി ആ മണ്ണിലും അന്തരീക്ഷത്തിലും കിടക്കും. അതുകൊണ്ടാണ് നമ്മൾ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്നത്. ഒരു വീട് പണിയുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? കല്ലിട്ട് വികാരിയച്ഛനെ കൊണ്ടുവന്ന് വെഞ്ചരിക്കുന്നു. വീട് പണിത് കഴിയുമ്പോൾ നമ്മൾ വീട് വെഞ്ചരിക്കുന്നു. ഒരു വാഹനം വാങ്ങിയാൽ വെഞ്ചരിക്കുന്നു. നമ്മൾ ധരിക്കുന്ന കൊന്ത, വെന്തിങ്ങ തുടങ്ങിയിട്ടുള്ള സകല കാര്യങ്ങളും നമ്മൾ വെഞ്ചരിക്കുന്നു. എന്തിനാണ്? അതിനെ വിശുദ്ധീകരിക്കുന്നു. തിന്മയുടെ അന്തരീക്ഷ ശക്തികളുടെ മേലെ അതിൻ്റെ ഒരു വൈദികൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇതാ ചില വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പം ഏറ്റവും നല്ല ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, വിശുദ്ധ കുർബാന നമ്മളിപ്പോൾ അർപ്പിച്ചു. പരിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്ന കാര്യം എന്താ? വൈദികൻ ഇതാ വിശുദ്ധ വചനങ്ങൾ പറഞ്ഞ്, അല്ലേ, കയ്യിലിരിക്കുന്ന ഗോതമ്പപ്പം, അതിൻ്റെ മുകളിൽ IHS എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഗോതമ്പ് വെള്ളയപ്പത്തെ ഒരു വൈദികൻ പറഞ്ഞ് പറയുകയാണ്. വാക്കുകളാണ്. ആ വാക്കുകൾ യേശുവിൻ്റെ ശരീരമായിട്ടത് മാറ്റപ്പെടുകയാണ്. എന്നതുപോലെ തന്നെ തിന്മയ്ക്കും ചില മേഖലകൾ, ശക്തിയുടെ മേഖലകൾ അറിയണം. അപ്പൊ തിന്മ ചെയ്യുന്നവരെന്ത് ചെയ്യും? തിന്മ ഇപ്രകാരം മന്ത്രവാദം, കൂടോത്രം, ആഭിചാര പ്രവർത്തികൾ ചെയ്യുന്നവർ ചെയ്യുന്ന കാര്യം എന്താണ്? ഈ തിന്മയുടെ ശക്തിയെ ആവാഹിച്ച്
വസ്തുക്കളിലേക്കോ വ്യക്തികളിലേക്കോ ചില പ്രസ്ഥാനങ്ങളിലേക്കോ സംഭവങ്ങളിലേക്കൊക്കെ കൊണ്ടുവന്ന് അതിനെ പൂജിക്കുന്നു, അതിനെ ആരാധിക്കുന്നു. അങ്ങനെ ആരാധിച്ചാൽ സ്വാഭാവികമായും ആ തിന്മയുടെ ശക്തി അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ദൈവമകനും ദൈവമകൾക്കും ഇപ്രകാരം ആരെങ്കിലും മന്ത്രവാദമോ കൂടോത്രമോ ചെയ്താൽ അത് ഫലിക്കുമോ? ഇതാണ് ചോദ്യം. എന്തു പറയണു? നമ്മൾ പള്ളിയിൽ വരുന്നവരാണ്, മാമോദീസ ജലം തലയിൽ വീണവരാണ്. നമ്മുടെ മേൽ ആരെങ്കിലും തിന്മ പ്രവർത്തിച്ചാൽ അത് ഫലിക്കുമോ? ഒരു ഉറപ്പില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ പറയും ചേച്ചി, ആ താടിക്കും കൈയൊക്കെ കൊടുത്തിരിക്കുന്ന ചേച്ചി ആകപ്പാടെ അസ്വസ്ഥയാണ്. ഇങ്ങോട്ട് നോക്കി പറ, എന്താണ് പറഞ്ഞേ? ഇത്രയും നാളത്തെ ജീവിതം എന്തു പറയുന്നു? ഇതിന് പൊതുവെ ആധാരമായിട്ട് നമ്മൾ പറയുന്ന ഒരു വചനഭാഗം സംഖ്യയുടെ പുസ്തകം 23:23 ഏതാ വചനം? യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല. ഒന്ന് പറഞ്ഞേ, യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല. ഹല്ലേലൂയ. സംഖ്യയുടെ പുസ്തകത്തിൽ ഇതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോഴാണ് ഈ വചനത്തിന്റെ അർത്ഥം മനസ്സിലാവുന്നത്. 2-3 കാര്യങ്ങൾ വ്യക്തമാണ്. ഒന്നാമത്തെ കാര്യം, ഈ മന്ത്രവാദവും കൂടോത്രവും ഒന്നും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, പണ്ട് മുതലുണ്ട് എന്നുള്ളത് വ്യക്തമാണല്ലോ. കാരണം സംഖ്യയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്, പണ്ട് മുതലുണ്ട്. പഴയ നിയമത്തിൽ സംഖ്യയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബാലാക്ക് എന്ന് പറയുന്ന രാജാവ് വഴി ബാലാമിനോട് എന്തു പറയും? നീ പോയി ശപിക്കുക, നീ പോയി ഇസ്രായേൽ ജനത്തെ ശപിക്കുക. ശാപം വാക്കുകൊണ്ടാണ്. നീ പോയി ഇസ്രായേൽ ജനത്തെ ശപിക്കുക. വ്യത്യസ്ത മേഖലകൾ നിന്നുകൊണ്ട് ഈ ബാലാമിനെ കൊണ്ട് ശാപം നടത്താനുള്ളൊരു ശ്രമം. അപ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവി വചനം പഠിപ്പിക്കുന്നത്, യാക്കോബിന് ഏൽക്കുകയില്ല? ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സത്യം പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ഈശോ ഇത്തരത്തിലുള്ള ഒരു സംഭവത്തെ നമ്മുടെ മുമ്പിൽ പാഠ്യവിഷയമാക്കുന്നുണ്ട്. അത് മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഈശോ ശിഷ്യന്മാർക്ക് സകല തിന്മകളുടെ മേലും അധികാരമൊക്കെ കൊടുത്തയക്കും. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ പോയി ഒരു ബാലനെ, അവന്റെ ഉള്ളിലുള്ള അശുദ്ധാത്മാവിനെ ബഹിഷ്കരിക്കാൻ സാധിക്കാതെ നിസ്സഹായരായിട്ട് നിൽക്കുന്ന ഒരു രംഗമുണ്ട്. വായിച്ചിട്ടുണ്ടോ? ഒരു ബാലന്റെ ഉള്ളിൽ പൈശാചികമായ ശക്തി. ശിഷ്യന്മാർക്ക് ഈ ബാലന്റെ ഉള്ളിലുള്ള പൈശാചിക ശക്തിയെ ബഹിഷ്കരിക്കാൻ സാധിച്ചില്ല. പിന്നീട് എന്ത് സംഭവിച്ചു? ഈശോ വരുന്നു, ബഹിഷ്കരിക്കുന്നു. അന്ന് വൈകുന്നേരം ഈശോയുടെ കൂടെ കൊച്ചുവർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാരുടെ ഉള്ളിലുള്ള വലിയ ജിജ്ഞാസ അവർ ചോദിച്ചു, ഈശോയെ, അതെന്താ ഞങ്ങൾ ബഹിഷ്കരിച്ചിട്ട് അവൻ പോകാത്തത്, ആ തിന്മ പോകാത്തത് എന്തുകൊണ്ടായിരുന്നു? അപ്പൊ ഈശോ എന്തു പറഞ്ഞു? പറ, ഉച്ചത്തിൽ പറ. കേട്ടില്ല. പ്രാർത്ഥന കൊണ്ടല്ലാതെ. ഈ വർഗം അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. പല വർഗങ്ങളുണ്ട്, ഈ വർഗം പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം. ഈ പിശാചിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ പലതരത്തിലുള്ള വർഗങ്ങളെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ പിശാചിനെ കുറിച്ച് ഈ വചനം പഠിപ്പിക്കുകയാണ്, പ്രാർത്ഥന കൊണ്ടല്ലാതെ. ചില വചനങ്ങളിൽ ഓർമ്മപ്പെടുത്തിയിരിക്കുന്ന പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഈശോ കൃത്യമായിട്ട് ശിഷ്യന്മാരോട് എന്താ പറഞ്ഞേ? എന്തോ ഒന്നിന്റെ കുറവുള്ളത് കൊണ്ടാണ് സാത്താൻ പോകാതിരുന്നത്. എന്തിന്റെ കുറവ്? പ്രാർത്ഥനയുടെ കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ നിന്റെ ഉള്ളിൽ ബലമുണ്ടായിരിക്കണം, പ്രാർത്ഥനയുടെ ബലം ഉണ്ടായിരിക്കണം.
നമ്മൾ അപ്പസ്തോലന്മാരൊന്നും അല്ലല്ലോ. മാമോദീസ ജലം വീണു എന്ന് കരുതിക്കൊണ്ട്, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, മാമോദീസ ജലം വീണു എന്ന് കരുതിക്കൊണ്ട് നിന്നെ പിശാച് തൊടിയേലാന്ന് വിചാരിക്കരുത്. നിന്റെ ഉള്ളില് അത്രമേൽ ശക്തി ഉണ്ടെങ്കിലേ പിശാചിനെ നിനക്ക് തോൽപ്പിക്കാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പൊ ഉദാഹരണത്തിന് തീയും വെള്ളവും. ഇപ്പൊ തീയുള്ള സ്ഥലത്ത് വെള്ളം ഒഴിച്ചാൽ എന്ത് പറ്റും? പറ, തീ കെട്ടുപോകും അല്ലേ? എന്നാൽ അതേ സമയം തന്നെ കാട്ടുതീ വരുമ്പോൾ നീ ഒരു ബക്കറ്റ് വെള്ളവും കൊണ്ട് ഒഴിച്ചിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. സുനാമി വരുമ്പോ നീ ഇച്ചിരി തീ പിടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നീ ഈ ഭൂമിയിൽ ഒരു യുദ്ധത്തിലാണെന്നും തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളില് അത്രമേൽ ശക്തി നമുക്ക് പ്രാർത്ഥിച്ച് ബലമുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് വീണു പോകും. പ്രൈസ് ദി ലോർഡ്. വലതു ഇടതു ഇരിക്കുന്നവരെ കൈ കൊടുത്തോണ്ട് പറഞ്ഞ പ്രാർത്ഥിച്ച് ബലം പ്രാപിക്കാൻ പറഞ്ഞുകൂടും. പ്രാർത്ഥിച്ച് ബലം ഉണ്ടാവണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പൊ ഒരു മനുഷ്യന് ഇപ്പൊ മഴക്കാലമൊക്കെയാണ്, ഇഷ്ടം പോലെ രോഗങ്ങളൊക്കെ വരുന്നുണ്ട്. പനി, ജലദോഷം, ചുമ, വിട്ടുമാറാത്ത പല രോഗങ്ങൾ, സാംക്രമിക രോഗങ്ങളൊക്കെ വരുന്നുണ്ട്. കൊറോണ എന്നൊക്കെ കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ട വന്നിരിക്കുന്നത്. ചോദിക്കട്ടെ, ഇപ്പൊ ആരോഗ്യമുള്ള ഒരാളുടെ ശരീരം, നല്ല ആരോഗ്യമുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ ഇച്ചിരി ജലദോഷം വന്നു, എന്തു പറ്റും? ഇച്ചിരി ചുമ വന്നു, പനി വന്നു, എന്തു പറ്റും? എന്തു പറ്റും? ഇച്ചിരി ക്ഷീണം ഉണ്ടായാലും ഒന്നുറങ്ങി 2 ദിവസം കഴിയുമ്പോൾ അയാൾ വീണ്ടും ആരോഗ്യം വീണ്ടെടുക്കും. ഇനി ആരോഗ്യം ഇല്ലാത്ത ഒരാളുടെ ശരീരത്തിലാണെങ്കിലോ, ഒരു പനി മതി, കുറേ നാളത്തേക്ക് കിടപ്പിലാക്കും. നിന്റെ ശരീരത്തിലോട്ട് പ്രവേശിക്കുന്ന ഈ സാംക്രമികമായിട്ടുള്ള രോഗ അണുക്കൾ നിന്റെ ഉള്ളിൽ ബലമില്ലെങ്കിൽ എന്തു പറ്റും? അത് നിന്നെ ഭരിക്കാൻ തുടങ്ങും. എന്നതുപോലെ തന്നെ നമ്മൾ പഠിച്ചോണം, ആത്മീയമായിട്ട് ബലമില്ലെങ്കിൽ പെട്ടെന്ന് വീണുപോകും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ ശ്രദ്ധിക്കാനും പഠിക്കാനും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ചിലരുടെ ഒരു ചിന്ത, ഞാൻ ക്രിസ്ത്യാനിയാണ്, എൻ്റെ പേര് തോമസ്, എൻ്റെ പേര് ഫ്രാൻസിസ്, എൻ്റെ പേര് ത്രേസ്യാമ്മ, എനിക്കൊരു കുഴപ്പമില്ല എന്നും കരുതി നടക്കരുത്. നമ്മുടെ വീട്ടിൽ പ്രാർത്ഥന ഇല്ലെങ്കിൽ, വ്യക്തിപരമായ പ്രാർത്ഥന ഇല്ലെങ്കിൽ, എനിക്ക് ആത്മീയ ബലമില്ലെങ്കിൽ ആര് എന്നെ ഭരിക്കാൻ തുടങ്ങും? പറ. സാത്താൻ കേറി ഭരിക്കാൻ തുടങ്ങും. ഞാൻ ആദ്യം പറഞ്ഞ സംഭവങ്ങളിലോട്ട് തിരിച്ചു വരാം. ഒരു കുടുംബം പറയാണ്, എൻ്റെ കൃഷിയിടത്തിൽ ആരോ കൊണ്ട കുഴിച്ചിട്ടിരിക്കുന്നു. 24 മണിക്കൂർ ഇയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനെ കുറിച്ചാണെന്നറിയോ? എൻ്റെ കൃഷി നന്നാകാത്തതിന് കാരണം, വന്യമൃഗങ്ങൾ എൻ്റെ കൃഷിയിടത്തിൽ കയറി നിരങ്ങാൻ കാരണം ആരോ എന്തോ കൊണ്ട കുഴിച്ചിട്ടിരിക്കുന്നു. രാത്രിയിലും പകലും ഈ മനുഷ്യന്റെ തലയ്ക്കകത്ത് കുഴിച്ചിട്ടിരിക്കുന്നതിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? തിന്മയെക്കുറിച്ചാണ്, സാത്താനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ചെറുപ്പക്കാരൻ, അവൻ പറയാണ്, ഞാൻ എന്തു ചെയ്താലും പരാജയം. കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത്, എന്നോട് നാളുകൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ പറഞ്ഞു, നീ ഗതി പിടിക്കുകയല്ല, നീ രക്ഷപ്പെടിയല്ല. ഇവൻ ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ ഇവന്റെ തലയ്ക്കകത്ത് എന്നതാ ഉള്ളേ? ഞാൻ രക്ഷപ്പെടിയല്ല, ഞാൻ എന്ത് ചെയ്താലും ഗതി പിടിക്കുകയല്ല. ഇവന്റെ തലയ്ക്കകത്ത് ഇത് ചിന്തിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ച് വെച്ചിരിക്കുന്ന വ്യക്തി ഏത് കാര്യത്തിൽ ചെന്നാലും പരാജയപ്പെടുന്നു. കാരണം ഇവനെ നിയന്ത്രിക്കുന്നത് ഈ ഉള്ളിലുള്ള തിന്മയുടെ ശക്തിയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബിസിനസ് മേഖല ഉയർച്ച കിട്ടേണ്ട, പ്രൊമോഷൻ കിട്ടേണ്ട വ്യക്തി, അദ്ദേഹം പറഞ്ഞ എന്നാന്ന് ഞാൻ പറഞ്ഞല്ലോ, കൂടെയുള്ള ആളുകൾ എൻ്റെ പ്രൊമോഷൻ തടഞ്ഞു വെച്ചിരിക്കുന്നു, കൂടെയുള്ളവര് എന്നെ തടസ്സപ്പെടുത്തുന്നു, എൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. നിന്റെ ജീവിതത്തിൽ നിന്റെ വളർച്ച, നിന്റെ ജീവിതത്തിൽ നിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഔദാര്യമാണോ? ആണോ? അല്ലെന്ന്. നിന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച ദൈവമുണ്ട്. ദൈവമാണ് നിനക്ക് പ്രൊമോഷൻ നൽകുന്നത്, ദൈവമാണ് നിനക്ക് അനുഗ്രഹം നൽകുന്നത്. മറ്റുള്ളവർ കാരണമാണ്. അപ്പൊ എന്താ പറ്റണേ? 24 മണിക്കൂർ ഇയാൾക്ക് ശാരീരിക രോഗങ്ങൾ, തലവേദന, വയറുവേദന, കാലുവേദന. സംസാരിച്ചു വന്നപ്പോ പറഞ്ഞ, അച്ഛാ ഞാൻ അവരെ കുറിച്ചാ ചിന്തിക്കുന്നേ. ഓഫീസിൽ ചെല്ലുമ്പോ അവരെ കുറിച്ചാണ് ആലോചന. 24 മണിക്കൂർ അവരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ തിരിച്ചറിയണം,
മാമോദീസ ജലം നമ്മുടെ തലയിൽ വീണു എന്ന് കരുതിയതോടുകൂടി പ്രശ്നം തീരുന്നില്ല. മറിച്ച് നിന്റെ ഉള്ളിലുള്ള ദൈവശക്തിയെ നീ ജ്വലിപ്പിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ പറഞ്ഞത്, നിനക്ക് ലഭിക്കപ്പെട്ട കൃപയെ നീ ജ്വലിപ്പിക്കണം. വലതു ഇടതിരിക്കുന്നവർക്ക് കൈ കൊടുത്തോണ്ട് പറഞ്ഞ കൃപയെ നീ ജ്വലിപ്പിക്കണം. പറഞ്ഞു കൊടുത്തേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പോട്ടാശ്രമത്തില് ഈ നടത്തപ്പെടുന്ന ഈ ശുശ്രൂഷയുടെ പ്രത്യേകത എന്താ? നമ്മൾ ജ്വലിപ്പിക്കപ്പെടുന്ന ശുശ്രൂഷയാണ്. ഓൺലൈനിലൂടെയൊക്കെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ശ്രദ്ധിച്ചോ, ഇതാ അതിന്റെ പ്രത്യേകത. തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള ശക്തിയാണ് ഈ ആലയത്തിൽ നിന്ന് നേടുന്നത്. നീ തിരിച്ചു പോകുന്ന നിന്റെ വീട്, നിന്റെ കൃഷിയിടങ്ങൾ, നിന്റെ വ്യവസായം, നിന്റെ ബന്ധങ്ങൾ, അവിടെയൊക്കെ നിനക്ക് ബലം വേണ്ടേ? ആ ബലം എവിടുന്ന് കിട്ടും? കർത്താവിന്റെ മുമ്പിൽ നിന്ന് നമ്മൾ സ്വീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? പോവാണോ?